നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് 1000 നന്ദി അർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയും ആ മഹത്വവും ശക്തിയും എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ. ഭൗതിക മേഖലകളിലും ആത്മീയ മേഖലകളിലും നിങ്ങൾ ഉയർച്ച അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ഇന്നത്തെ ചിന്താവിഷയം 40-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് അവസരങ്ങൾ നൽകി. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് തൻ്റെ മനസ്സ് തുറന്നു പറയുകയാണ്, ഞാൻ കാത്തിരുന്നത് മറ്റാർക്കും വേണ്ടിയല്ല, എൻ്റെ കാത്തിരിപ്പ് മുഴുവനും യഹോവയ്ക്ക് വേണ്ടിയാണ്. യഹോവയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നപ്പോൾ ദീർഘ ദിവസങ്ങൾ ദാവീദ് ദൈവത്തിൻ്റെ മുഖമൊന്ന് കാണാൻ, ദൈവസാന്നിധ്യം ഒന്ന് അനുഭവിപ്പാൻ, ആ മഹത്വം ഒന്ന് തിരിച്ചറിയാൻ ദാവീദ് ആഗ്രഹിച്ചതായിട്ട് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ദാവീദ് യഹോവയ്ക്കായി കാത്തിരുന്നു. ഈ ലോകത്തിലെ ആർക്കും വേണ്ടി ഒരു കാത്തിരിപ്പല്ല. ഇവിടുത്തെ പണത്തിനോ സ്വാധീനങ്ങൾക്കോ ഇവിടുത്തെ ആഹാരങ്ങൾക്കോ ഇവിടുത്തെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്കോ ഒന്നിനുമല്ല ദാവീദ് കാത്തിരുന്നത്. ദാവീദ് തൻ്റെ ജീവിത നിലവാരത്തിൽ യഹോവയ്ക്കായി കാത്തിരിക്കുക. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പ് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ വാഞ്ച യഹോവയാണെങ്കിൽ ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ഇവിടെ ദാവീദിൻ്റെ വാഞ്ച, ആഗ്രഹം, അവൻ്റെ ആ ഒരു വികാരം, എനിക്കെൻ്റെ ദൈവത്തെ കാണണം, എൻ്റെ ദൈവത്തിൻ്റെ മുഖമൊന്ന് കാണണം, ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം, ഇത് ദാവീദിൻ്റെ ആഗ്രഹമായിരുന്നു. അതിനായി ദാവീദ് എന്ത് ചെയ്തു? കാത്തിരുന്നു. ദീർഘനാളുകൾ ദൈവത്തിൻ്റെ മുഖത്തിന് വേണ്ടി കാത്തിരുന്നു. അതുകൊണ്ട് അവിടെ വന്ന റിസൾട്ട്, തനിക്ക് ലഭിച്ച റിസൾട്ട് അവിടെ കാണുകയാണ്, അവനെങ്കിലേക്ക് ചാഞ്ഞു. അപ്പോൾ ദാവീദ് ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ ദൈവം ദാവീദിൻ്റെ അടുക്കലേക്ക് ചാഞ്ഞു വന്നു എന്ന് അർത്ഥം. അടുത്തു വന്നു, സമീപസ്ഥനായി, ദൂരസ്ഥനായി അല്ല, സമീപസ്ഥനായി. വചനത്തിൽ വായിക്കുന്നില്ലേ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരണം. പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നു, നിങ്ങൾ എന്നിലേക്ക് വരാമെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് വരും, ഇല്ലെങ്കിൽ ഞാൻ സ്വസ്ഥാനങ്ങളിൽ പോയി ഇരിക്കും എന്നൊരു വാക്യമുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ സ്വസ്ഥാനങ്ങളിൽ പോയി ഇരിക്കും എന്നെഴുതിയിരിക്കുമ്പോൾ അവിടെ നിന്ന് തൻ്റെ മക്കളുടെ അടുക്കലേക്ക് വരാൻ കാത്തിരിക്കുക. പാപം ചെയ്യുന്നതിന് മുമ്പ് ആദവും ഹവ്വയും തോട്ടത്തിൽ യഹോവയെ കാത്തിരുന്നു. ഓരോ ദിവസവും വെയിലാറുന്ന സമയം യഹോവ തോട്ടത്തിൽ വരിക പതിവായിരുന്നു. വെയിലാറുന്ന ദിവസം കാത്തിരിക്കുന്ന ഭക്തന്മാരെ സ്നേഹിക്കുന്ന യഹോവ അവ കാത്തിരുന്നു. അതുകൊണ്ട് യഹോവ അവങ്കിലേക്ക് ചാഞ്ഞു. ആദമിൻ്റെയും ഹവ്വയുടെയും അടുക്കലേക്ക് യഹോവ വന്നു എന്നതുപോലെ ദാവീദിൻ്റെ അടുക്കലേക്ക് ദൈവം വന്നപ്പോൾ എന്തു ചെയ്തു? യഹോവ എൻ്റെ നിലവിളി കേട്ടു. അപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദൈവസന്നിധി കരഞ്ഞു. ദാവീദ് കരഞ്ഞത് ഏത് വിഷയത്തിനാണ് എന്ന് എനിക്കറിയില്ല.
പക്ഷേ ദൈവസന്നിധി കരഞ്ഞ ദാവീദിൻ്റെ അടുക്കൽ ചാഞ്ഞു വന്ന ദൈവം, അടുക്കൽ വന്ന ദൈവം, സമീപസ്ഥനായി നിന്ന ദൈവം അവൻ്റെ നിലവിളി എന്തു ചെയ്തു? കേട്ടു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, യഹോവ നിങ്ങളുടെ നിലവിളി കേൾക്കുന്നുണ്ട്. നിങ്ങൾ ദീർഘമായി കരയുന്ന ഏതു വിഷയത്തിനും നിങ്ങളുടെ നിലവിളി കേട്ട് നിങ്ങൾക്ക് വേണ്ടി ഉത്തരമരുളുവാൻ എൻ്റെ കർത്താവ് ജീവിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാർ, ഭക്തമതികൾ യഹോവയോട് നിലവിളിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ദൈവസന്നിധി കരഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ആഗർ ദൈവസന്നിധി കരഞ്ഞു, ഹന്ന ദൈവസന്നിധി കരഞ്ഞു. നോക്കുക, യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞവരെ ദൈവം ആദരിച്ചിട്ടുണ്ട്. നമ്മൾ മനുഷ്യൻ്റെ മുമ്പിലല്ലല്ലോ കരയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കുക, നമ്മുടെ വേദനയും ഭാരവുമായിട്ടൊക്കെ മനുഷ്യരുടെ അടുക്കൽ ചെന്നിട്ട് കരയുവാണെങ്കിൽ നമ്മൾ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ആക്ഷേപിക്കപ്പെടാം, നിന്ദിക്കപ്പെടാം. കാരണം മനുഷ്യരത് മറ്റുള്ളവരോട് പറയും, അയ്യോ അവൾ കരയുമായിരുന്നു, അവിടെ അവസ്ഥ ഇങ്ങനെയാണ്, അറിഞ്ഞോ കേട്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ യഹോവയുടെ മുമ്പിൽ കരഞ്ഞാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വേദനകൾ നിരത്തി വച്ചാൽ റിസൾട്ട് ഒരിക്കലും ഉണ്ടാകില്ല, ഒരിക്കലും പരിഹാസ വിഷയമാകില്ല. മറിച്ച് ആ വിഷയത്തിന്, കരഞ്ഞ വിഷയത്തിന് മറുപടി തന്നു മാനിക്കാൻ ദൈവത്തിന് കഴിയും എന്നാണ് അവിടെ കാണുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ നിങ്ങൾ കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നാളുകൾ കൊണ്ട് കരയുന്ന, വർഷങ്ങൾ കൊണ്ട് കരയുന്ന, ചില ദിവസങ്ങളായി നിങ്ങൾ കരയുന്ന ചില വിഷയങ്ങളില്ലേ? ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ ചില വേദന നിറഞ്ഞ കാര്യങ്ങളാകാം, നിങ്ങളുടെ രോഗവിഷയങ്ങളാകാം, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, വിദ്യാഭ്യാസ മേഖലകൾ, സാമ്പത്തിക കാര്യങ്ങൾ, ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ആകാം. ഭർത്താവിൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാകാം നിങ്ങൾ കരയുന്നത്. ഓരോ ദിവസവും 100 കണക്കിന് ഫോൺ കോളുകളാണ് ഞങ്ങൾക്ക് കടന്നു വരുന്നത്. ഇന്നും ആ കോളുകൾ കടന്നു വരുമ്പോൾ അതിൽ ഒരു 90% ആളുകളും കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് അവരുടെ വേദനകൾ പറയുന്നത്. ദൈവദാസനെ ഒന്ന് പ്രാർത്ഥിക്കണേ, എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, എൻ്റെ കുഞ്ഞിനൊരു ഭാവി ഉണ്ടാകണം, എൻ്റെ കുടുംബം ഒന്ന് വിടുവിക്കപ്പെടണം. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സഹോദരി പൊട്ടിക്കരയുക ഫോണിൽ കൂടെ. ഞാൻ പറയുന്നതൊന്നും ആ മകൾ കേൾക്കുന്നില്ല. കാരണം ഫോൺ എടുത്ത് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ കൂടെ കരയുകയാണ്, കരഞ്ഞു ആമേൻ നിലവിളിക്കുകയാണ്. എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരികെ വേണം, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരികെ വേണം, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല, എൻ്റെ ഈ കുടുംബം ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു സഹോദരിയെ ഞാൻ കഴിഞ്ഞ ദിവസം ആമേൻ ഫോണിൽ കൂടെ കാണാനിടയായി. നിങ്ങളും ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വിഷയങ്ങളുടെ മുഖത്ത് കരയുന്ന ആളുകളായിരിക്കാം. ഒരു പുതിയ വഴി തുറക്കാൻ വേണ്ടി മാസങ്ങൾ കൊണ്ടും നാളുകൾ കൊണ്ടും നിങ്ങൾ കരയുന്ന വിഷയമായിരിക്കാം. ഒരു ജോലി കിട്ടാൻ വേണ്ടി, ഒരു ജോലി തേടി മറ്റു പട്ടണത്തിൽ, മറ്റു രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ നിങ്ങൾ അലഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാകാം. നിങ്ങൾ ഒത്തിരി അലഞ്ഞു കാണും. പല ഓഫീസുകളിൽ നിങ്ങളുടെ ബയോഡാറ്റയും അല്ലെങ്കിൽ നിങ്ങളുടെ CV ഒക്കെ നിങ്ങൾ കൊടുത്തു കാണും. പക്ഷെ ഒരു റിസൾട്ട് വെളിപ്പെടാൻ പറ്റുന്നില്ല. പല ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്ത് കാണും. വിളിക്കാം, സമയമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിട്ട് കാണും. അത് നിമിത്തം എന്താണ്? കടം കയറിക്കൊണ്ടിരിക്കുക. വീടിൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, വാഹനത്തിൽ ലോൺ അടയ്ക്കാൻ പറ്റില്ല, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. ചെയ്തു വെച്ച പല കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ മനസ്സ് പിടഞ്ഞ് ഉമി കത്തുന്നതുപോലെ നിങ്ങളുടെ മനസ്സ് കത്തുകയായിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളുടെ നിലവിളി കേൾക്കുവാൻ നിങ്ങളിലേക്ക് ചാഞ്ഞു വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ദാവീദ് അനുഭവിച്ചറിഞ്ഞു, ആ ദൈവത്തെ ദാവീദ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ഒരു മനുഷ്യനെ കാത്തിരുന്നില്ല, ഒരു പ്രമാണിയെ കാത്തിരുന്നില്ല. രാജാവ് ആയിരിക്കുന്ന ദാവീദ് തൻ്റെ പട്ടണത്തിലെ ആരെ കാത്തിരുന്നില്ല. ദാവീദ് കാത്തിരുന്നത് യഹോവയാണ്. അതുകൊണ്ട് അവൻ കാത്തിരുന്നു. ഇന്ന് രാവിലെ നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുക.
അവൻ ഉത്തരവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരും, മറുപടിയുമായി നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. കാത്തിരിക്കണം, ചാഞ്ഞു വരും, അടുത്തു വരും. വന്നാൽ നിന്റെ കണ്ണുനീരിന് എന്ത് ചെയ്യും? മറുപടി കിട്ടും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ഒന്ന് നോക്കിക്കേ. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തിൽ നിന്ന് ആഗറിനെ വിളിച്ച് അവളോട്, ആഗറേ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ കിടക്കുന്നിടത്തുനിന്ന് അവൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു. അപ്പം നോക്കി, ഉൽപ്പത്തി പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ ഒരു ബാലൻ കരയുകയാണ്. അബ്രഹാമിൻ്റെ സന്തതിയാണ്, ദാസിയിൽ ജനിച്ച മകനാണ് ഈ ബാലൻ. അവൻ്റെ പേര് ഇസ്മായേൽ. ഇസ്മായേലിനെ അവൻ്റെ അമ്മയും കൂടെ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തള്ളി. എവിടേക്ക് പോകണമെന്നറിയാൻ കഴിയാതെ വീട് വിട്ട് ആഗറും തൻ്റെ പൈതൽ ഇസ്മായിലും കൂടെ ഇറങ്ങിത്തിരിച്ചു. അവിടെ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: അബ്രഹാം കൊടുത്തുവിട്ട ഒരു തുരുത്തി വെള്ളവും അല്പമടയും. മരുഭൂമിയിലേക്ക് അവർ നടന്നു നീങ്ങി. വീടില്ല, കൂടില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, ആരുമില്ല. എങ്ങോട്ട് പോകണം അറിയത്തില്ല, എവിടെ പോയി തല ചായ്ക്കണം അറിയത്തില്ല, എവിടെ ആശ്രയം വെക്കണം അറിയത്തില്ല. മുൻപിൽ പെരുവഴി മാത്രമാണ്. കുറേ കാലം ദാസിയായി അബ്രഹാമിൻ്റെ വീട്ടിൽ താമസിച്ചവരാണ്. അബ്രഹാമിൽ നിന്നൊരു കുഞ്ഞുമുണ്ടായി. ഈ കുഞ്ഞുമായി പെരുവഴിയിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എൻ്റെ പരമാർത്ഥത. എങ്ങോട്ട് പോകണമെന്നറിയാൻ കഴിയാതെ ലഭിച്ച ഒരു തുരുത്തി വെള്ളവും അല്പം അടയുമായി ഈ അമ്മയും കുഞ്ഞും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ പോകുന്ന യാത്രയിൽ എന്താ സംഭവിച്ചത്? ആ കൊച്ചു തുരുത്തിയിലെ വെള്ളം വറ്റി തീർന്നു. കയ്യിലുണ്ടായിരുന്ന കുറച്ചട, അങ്ങനെയാണ്, കുറച്ചട, അതും തീർന്നു. യാത്ര മുമ്പോട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് ഇവർക്ക് കഴിപ്പാൻ ആഹാരമോ കുടിപ്പാൻ വെള്ളമോ ഇല്ല. മരുഭൂമിയുടെ ഒത്ത നടുക്ക് ഇവരെത്തപ്പെടുകയാണ്. നമുക്കറിയാം, മരുഭൂമി എന്ന് പറയുന്നത് ഉണങ്ങിയ സ്ഥലമാണ്. ആ മരുഭൂമിയിൽ കൂടെ അമ്മയും മകനും നടക്കുമ്പോൾ അവൻ്റെ വിശപ്പ് കാരണം, ദാഹിച്ച് വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ടത് കാരണം, വിശന്നും ദാഹിച്ചും ആ മകൻ കരയുകയാണ്. അവൻ നിലവിളിക്കുകയാണ്. അവൻ മരണത്തോട് മല്ലടിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, മകൻ്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ എടുത്ത ആ അമ്മ അൻപിപാട് ദൂരത്തൊരു കുറ്റിക്കാട്ടി കൊണ്ട് കിടത്തി. എന്നിട്ട് മാറി നിന്ന് കരയുകയാണ്. അപ്പോൾ അമ്മ ഒരു സൈഡിൽ കരയുന്നു, മോൻ മറ്റൊരു സൈഡിൽ കരയുന്നു. പട്ടിണിയോട് പട്ടിണിയാണ്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല, തുരുത്തി വറ്റി, അപ്പപാത്രം തീർന്നു, കാലിയായി. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആഗറിൻ്റെയും തലമുറയുടെയും അവസ്ഥ കണ്ടിട്ട് സ്വർഗം ആ കുഞ്ഞിൻ്റെ കണ്ണുനീര് കണ്ടു. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. അപ്പം നമ്മുടെ ദൈവം ആരാ? നിലവിളി കേൾക്കുന്നവനാ. ദാവീദ് 40-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞില്ലേ, അവൻ എൻ്റെ നിലവിളി കേട്ടു. നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ഏത് വിഷയമാകട്ടെ, എത്ര വലുതും ചെറുതുമായ വിഷയമാണെങ്കിലും നിങ്ങൾ ദൈവസന്നിധി കരയുമ്പോൾ നിങ്ങളുടെ നിലവിളി കേട്ട് ഉത്തരമരുളാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഇവിടെ ബാലൻ്റെ നിലവിളി യഹോവ കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൂതൻ ബാലൻ്റെ അമ്മയായ ആഗറിനെ വിളിച്ചു. എന്നിട്ട് ചോദിക്കുക, നിനക്കെന്ത്? ബാലൻ കിടക്കുന്ന സ്ഥലത്ത് ചെല്ലുക. അവിടെ അവൻ്റെ നിലവിളി ഞാൻ കേട്ടതുകൊണ്ട് അവന് വേണ്ടത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കരുതിയിട്ടുണ്ട്. ആ അമ്മ എഴുന്നേറ്റ് ബാലൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ തൊട്ടടുത്ത് തുരുത്തി വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം കോരി ആ മകന് കൊടുത്തു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്നും ആ ഉറവ വറ്റിയിട്ടില്ല. ഇന്നും ആ ഉറവ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത് പുണ്യസ്ഥലമായി അതിനെ വേർതിരിച്ച് മനുഷ്യരതിനെ ആഘോഷിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ നിലവിളിച്ച നിലവിളിയുടെ മുമ്പിൽ ദൈവത്തോട് നിലവിളിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത്? വറ്റിപ്പോകാത്ത ഒരു ഉറവ ആ മകനു വേണ്ടി കർത്താവ് ഒരുക്കി. ഇന്നും ആ ഉറവ അങ്ങനെ ഒഴുകുന്നത് ആ മകൻ്റെ നിലവിളിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ദൈവത്തോട് നിങ്ങൾ നിലവിളിച്ചാൽ വറ്റിപ്പോകാത്ത ഉറവ ദൈവം നിങ്ങൾക്ക് തരും. മനുഷ്യരോട് നിങ്ങൾ നിലവിളിച്ചാൽ അത് 6 മാസത്തേക്കേ കാണത്തുള്ളൂ, 3 മാസത്തേക്കേ കാണത്തുള്ളൂ, കൂടി വന്ന 1 വർഷത്തേക്കത്തെ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ ആ കരം അസ്തമിക്കും. കൂടെ നിൽക്കാമെന്നും സഹായിക്കാമെന്നും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞവരൊക്കെ ഇന്നെവിടെ? അവരെല്ലാം പല വഴിക്ക് ചിതറിപ്പോയില്ലേ? ഇന്നും നീ നിന്റെ വിഷയവുമായി ഒറ്റപ്പെട്ട് നിൽക്കുകയല്ലേ? എന്നാൽ ഇന്ന് പകൽ ആത്മാവി ഞാൻ ദൂത് കൈമാറുകയാ. ബാലൻ യഹോവയോട് നിലവിളിച്ചതുകൊണ്ട് ഇന്നും ആ ഉറവ വറ്റിയിട്ടില്ലെങ്കിൽ, നിന്റെ നിലവിളി ദൈവസന്നിധിയിലാണെങ്കിൽ, യഹോവയെ കാത്തിരുന്ന് അവങ്കിലേക്ക് നീ അടുത്തു വരികയും അവൻ നിങ്കലേക്ക് അടുത്തു വരികയും ചെയ്യുമെങ്കിൽ, നിന്റെ നിലവിളി കേൾക്കും എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവി പറയാം, നിന്റെ കണ്ണുനീര്, നിന്റെ തലമുറയുടെ നിലവിളി സ്വർഗം കേട്ടാൽ ഇന്നുവരെ വറ്റിപ്പോകാത്ത, നിലച്ചു പോകാത്ത, തീർന്നു പോകാത്ത ഒരു പുതിയ പാത, പുതിയ വഴി, പുതിയ നന്മ, പുതിയ ഉറവ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും എന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ചില പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ദൂത് കൈമാറുന്നു. നിങ്ങളുടെ നിരാശകൾ വഴിമാറാൻ പോകുന്നു. നിങ്ങളുടെ വറ്റി വരണ്ട മരുഭൂമിക്ക് സമമായ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുതിയ ഉറവകൾ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് പൊട്ടി പുറപ്പെടുവിക്കാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ കാനഡയിലോ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഒറ്റപ്പെട്ട് ജോലിയില്ലാതെ ഭാരപ്പെട്ട് എക്സാം എഴുതി ജയിക്കാതെ കഴിയുന്ന അനുഭവമാണെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്കോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഉറവ വറ്റിപ്പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ ദൈവം മതിയായവനാ. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്താൽ ഒരു കാരണവശാലും അത് നിന്നു പോകത്തില്ല. നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ആ ഉറവ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം, ഉത്തരമരുളുന്ന ദൈവം, കരച്ചിലിന് മറുപടി തരുന്ന ദൈവം, ആ ദൈവത്തെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ വ്യക്തവും ശക്തവുമായി ഞങ്ങളോട് പറഞ്ഞ ദൈവദൂതനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങളോട് മനസ്സലിയുന്ന അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. പിതാവേ, അവിടുത്തെ നാമത്തിൽ നിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുകയാണ്. ചില ഉറവകൾ, വറ്റിപ്പോകാത്ത ഉറവകൾ ഇവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കണമേ. കർത്താവ് ഇവരുടെ കണ്ണുനീര് കാണണമേ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു എന്ന് സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞതുപോലെ ആഗറിൻ്റെ പൈതലിൻ്റെ നിലവിളി സ്വർഗം കേട്ടിട്ട് മരുഭൂമിയിൽ ഉറവ ഒരുക്കി കൊടുത്തതുപോലെ ഇവർക്കും ഒരു ഉറവ ഒരുക്കി കൊടുക്കണേ. ഇവർക്കും ഒരു നന്മ ഒരുക്കി കൊടുക്കണേ. ഇവരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണമേ. ഇവരുടെ കുടുംബത്തിൽ നന്മകളാൽ മൂടപ്പെടണമേ. ഒരിക്കലും ഇവർ മരുഭൂമിയിൽ കിടന്ന് പട്ടുപോകാൻ അനുവദിക്കരുത്. ആഗറിൻ്റെ നിലവിളിക്ക് മറുപടി കൊടുത്ത ദൈവം, ദാവീദിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവം, ഈ പ്രിയപ്പെട്ടവരുടെ വിഷയത്തിനും മറുപടി കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളുടെ നിലവിളി കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു.
വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ജീവിതത്തിൽ ഒരു വിടുതല കിട്ടാൻ കഴിയാതെ എവിടെയോ ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും.